വില്വമംഗലം കണ്ട ഊഞ്ഞാലാടുന്ന സുന്ദരി. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ദേവി കാർത്യായനിയാണെന്ന് സ്വാമിയാർക്ക് മനസ്സിലായി. രോഗങ്ങൾ മാറുവാനായി കാവുടിയോൻ എന്ന ശാസ്താവിന് തടി നിവേദ്യവും ദേവിക്ക് ഇരട്ടി എന്ന അതിമധുര പായസവും വഴിപാടായി നൽകുന്ന ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർത്യായനി ക്ഷേത്രം. ദുർഗാദേവിയുടെ സൗമ്യസുന്ദര ഭാവമായ കാർത്യായനിയാണ് പ്രധാന പ്രതിഷ്ഠ. 108 ദുർഗാലയങ്ങളിൽ ഒന്നാണിത്. വില്വമംഗലം സ്വാമിയാർ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നു. അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങളും ധാരാളം മരങ്ങളും ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യക ഊഞ്ഞാലാടുന്നതും കാണാനിടയായി. അത് നവദുർഗമാരിൽ ഒരാളായ കാർത്യായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം ഉടൻ ഭഗവതിയെ സമീപിച്ചപ്പോൾ ആ മഹാദേവി കുളത്തിലേക്ക് എടുത്തു ചാടി. ഇങ്ങനെ 6 ദിവസവും വില്വമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ ദേവി 6 കുളങ്ങളിലായി ചാടി ഒളിച്ചു. അങ്ങനെ 7ാമത്തെ ദിവസം 7ാമത്തെ കുളത്തിലേക്കും ഭഗവതി ചാടി. എന്നാൽ കുളത്തിൽ നിറയെ ചേറായിരുന്നു. ചേറിലേക്ക് താഴുന്നതിന് മുൻപേ വില്വമംഗലം പരാശക്തിയുടെ മുടിയിൽ പിടിച്ചുയർത്തി. അങ്ങനെ ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായതെന്ന് ഐതിഹ്യം. തറനിരപ്പിൽ നിന്ന് 4 അടി താഴ്ചയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ. ചതുരത്തിൽ കെട്ടിയിട്ടുള്ള കരിങ്കല്ലാണ് പ്രതിഷ്ഠാ സ്ഥാനം. സരസ്വതി, ലക്ഷ്മി, പാർവതി, ഭദ്രകാളി തുടങ്ങിയ വിവിധ ഭാവങ്ങളിലും ആരാധിക്കുന്നു. ഉത്സവം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടക്കുന്ന ക്ഷേത്രമാണിത്. ഭഗവതിയെ കൂടാതെ ശിവനും വിഷ്ണുവിനും ശ്രീകോവിലുണ്ട്. കൂടാതെ ഉപദേവതകളായി ഗണപതി, കാവുടയോൻ എന്ന നാമത്തിൽ ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിലെ പൂരമഹോത്സവവും പടയണികളും വളരെ വിശേഷമാണ്. കോഴികളെ പറപ്പിക്കലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്.